എല്ലാവർക്കും നമസ്കാരം. എൻലൈറ്റനിങ് വേൾഡ് ഓഫ് മലബാർ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നയാഗ്ര ഫോൾസ്, ലോക പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടം, അതീവ മനോഹരവും സുന്ദരവും വിനോദസഞ്ചാരികളുടെ ഇഷ്ട ലൊക്കേഷനുമായി മാറിയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം. പല സിനിമകൾക്കും ടെലിവിഷൻ സീരീസുകൾക്കും വരെ ആശയവും അതിൻ്റെ ലൊക്കേഷനുമായി തീർന്ന പല സിനിമകളും ഉണ്ട്. അതിൻ്റെയൊക്കെ ലൊക്കേഷനായി തീരും. നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അപ്പോൾ അതുപോലെ ലൊക്കേഷനായി മാറിയിരിക്കുന്നതുമായൊരു സ്ഥലമാണ്. പതിറ്റാണ്ടുകളായി ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നവരിൽ ഭൂരിഭാഗവും മധുവിധം ആഘോഷിക്കുന്നവരാണ്. അവരോടൊപ്പം തന്നെ സാഹസികരായ ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലൂടെ കയറിലൂടെ നടക്കുന്നതുമായ സാഹസികമായ അങ്ങനെ ഒരുപാട് പലതരത്തിലുണ്ട്. അപ്പം അതിനെ അടിസ്ഥാനമാക്കി അങ്ങനെ പലതരത്തിലുള്ള ടൂറിസം ആക്ടിവിറ്റീസും നയാഗ്ര ഫോൾസും അതിനനുബന്ധമായ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ നയാഗ്ര ഫോൾസിനെ രൂപപ്പെടുത്തുന്ന നയാഗ്ര നദി വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ്. ഈ നയാഗ്ര ഫോൾസ് അമേരിക്കൻ ഐക്യനാടുകളുടെയും കാനഡയുടെയും നടുക്കായിട്ടാണ്. അതായത് ആ അന്തർദേശീയ അതിർത്തി ഉണ്ടല്ലോ, രണ്ട് രാജ്യങ്ങളുടെ അതിർത്തി, ഈ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കനേഡിയൻ പ്രവിശ്യയായ ഒന്റാരിയോയ്ക്കും US സംസ്ഥാനമായ ന്യൂയോർക്കിനും ഇടയിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കൻ ഫോൾസ്, ബ്രൈഡൽ വെയിൽ ഫോൾസ്, കനേഡിയൻ ഹോഴ്സ്ഷൂ ഫോൾസ് എന്നീ 3 ഫോൾസ് ചേർന്നിട്ടാണ് ഈ നയാഗ്ര ഫോൾസ് രൂപം കൊള്ളുന്നത്. ഇതിൽ അമേരിക്കൻ ഫോൾസും ബ്രൈഡൽ വെയിൽ ഫോൾസും അമേരിക്കയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കനേഡിയൻ ഫോൾസ്, ഹോഴ്സ്ഷൂ ഫോൾസ് ആണെങ്കിൽ കാനഡയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലുതും ഈ കനേഡിയൻ ഹോഴ്സ്ഷൂ ഫോൾസ് ആണ്. ഇത് കനേഡിയൻ ഫോൾസ് എന്ന് അറിയപ്പെടും, കാരണം ഇത് കാനഡയിലായിട്ടാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഈ 3 വലുതുമാണ്, എന്നാൽ കാനഡയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 3 വെള്ളച്ചാട്ടം കൂടെ ചേർന്നിട്ടാണല്ലോ നയാഗ്ര ഫോൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 3 വെള്ളച്ചാട്ടങ്ങളിൽ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രൈഡൽ വെയിൽ ഫോൾസ് കനേഡിയൻ ഹോഴ്സ്ഷൂ ഫോൾസിൽ നിന്നും ഗോഡ് ദ്വീപിനെയും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഫോൾസിൽ നിന്നും ലൂണ ദ്വീപിനെയും വേർതിരിക്കും. ഈ 2 ദ്വീപുകളും ന്യൂയോർക്കിലായിട്ടാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഈറി തടാകത്തെ ഒന്റാരിയോ തടാകത്തിലേക്ക് ഒഴുകി സെന്റ് ലോറൻസ് നദിയിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന നയാഗ്ര നദിയാൽ രൂപം കൊള്ളുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഒരു ഏകദേശം 50 മീറ്ററിലധികം തന്നെ താഴ്ചയുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ പതിക്കുമല്ലേ, നമ്മൾ മേളിൽ ഇതൊരു ഒരു ക്ലിഫിൽ നിന്ന് വരുന്ന പോലെ. അപ്പം അത് 50 മീറ്ററിലധികം, 50 മീറ്ററില്ല അതിനേക്കാൾ അധികമാണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് പകലിൽ നമ്മൾ വിനോദസഞ്ചാരികളൊക്കെ രാത്രിയും പോകാറുണ്ട്. അപ്പോൾ ഈ വിനോദസഞ്ചാര സമയങ്ങളിൽ ഏകദേശം 1,68,000 മീറ്റർ ക്യൂബ് വെള്ളം പോകുന്നുണ്ട്. അതായത് ഏകദേശം 6 ദശലക്ഷ ഘനയടി വെള്ളമാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിലൂടെയും ഈ നയാഗ്ര നദിയിലൂടെയും കടന്നു പോകുന്നത്. ആദ്യകാലത്ത്, അതായത് ഈ നയാഗ്ര ഫോൾസിൻ്റെ ഇതൊക്കെ ആദ്യകാലത്ത് ഇവിടെ വസിച്ചിരുന്നത് നേറ്റീവ് അമേരിക്കൻസ്, അതായത് ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ഈ യൂറോപ്യന്മാർ, ഈ കോളനികൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം ആ ആൾക്കാർ, അതായത് റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടും. അപ്പം അങ്ങനെ അവിടെ ആൾക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഈ ഒരു വെള്ളച്ചാട്ടത്തെ പറ്റി ആദ്യമായി പരാമർശിക്കുന്നത് ഫ്രാൻസിൽ നിന്നുമുള്ള ഫാദർ ലൂയിസ് ഹെന്നപ്പിംഗ് ആയിരുന്നു. അദ്ദേഹം 1678 ഈ ഒരു പ്രദേശത്ത് ഒരു പര്യവേക്ഷണം നടത്തിയിരുന്നു. ഇതിനിടയിൽ യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം നയാഗ്ര ഫോൾസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ആ നയാഗ്ര ഫോൾസിൻ്റെ വലിപ്പവും അതിൻ്റെ ഭംഗിയിലും അദ്ദേഹം അതിശയിച്ച് നിന്നുപോയി. ഈ ഒരു അനുഭവത്തെ ആസ്പദമാക്കി അദ്ദേഹം
തിരിച്ച് തൻ്റെ നാടായ ഫ്രാൻസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം എന്താണ് എ ന്യൂ ഡിസ്കവറി, ഒരു പുതിയൊരു കണ്ടെത്തൽ എന്ന പേരിലുള്ള ഒരു പുസ്തകം രചിക്കുകയുണ്ടായി. ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയുള്ള അനുഭവങ്ങൾ പറയുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ സഹായത്തോടെയാണ് മറ്റ് യൂറോപ്യൻ ശക്തികളും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് കണ്ടെത്തുകയും ഇവിടേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ സ്ഥലത്തോട്ട് കാലക്രമേണ റെയിൽവേയും അങ്ങനെ ഒരുപാട് റോഡ് മാർഗം സഞ്ചാരങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ഇങ്ങോട്ടുള്ള ആ ഒരു നയാഗ്ര ഫോൾസും നയാഗ്ര നദിയും കാണാനായിട്ട് ഒരുപാടധികം വിനോദസഞ്ചാരികൾ വന്നു തുടങ്ങി. നമുക്കിനി ഈ നയാഗ്ര ഫോൾസിന് എങ്ങനെ നയാഗ്ര എന്ന പേര് വന്നു നോക്കിയാലോ. അതെ, ഈ നയാഗ്ര ഫോൾസിന് നയാഗ്ര എന്ന പേര് വരാൻ കാരണം കൃത്യമായി നമുക്കൊരു കാരണമില്ല, പക്ഷെ നമുക്കൊരു ഏകദേശം ഒരു അനുമാനമുണ്ട്. അതിൽ ഒന്നാണ് ഇക്വേറിയൻ പണ്ഡിതനായ ബ്രൂസ് ട്രിഗർ പറയുന്നതനുസരിച്ച് 17-ാം നൂറ്റാണ്ടിൽ, അതായത് 1600 കാലഘട്ടങ്ങളാണ്. അപ്പോൾ ആ കാലത്തിൻ്റെ അന്ത്യത്തിൽ, അതായത് ഒരു 1700 ആവുന്നതിന് മുമ്പ്, അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഫ്രഞ്ച്, ആ കാലത്തൊക്കെ ആയത്തേക്കും യൂറോപ്യൻ ശക്തികളൊക്കെ വന്ന് തുടങ്ങിയല്ലോ. അപ്പം 1700-കൾക്ക് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഫ്രഞ്ച് ഭൂപടങ്ങളിൽ ഈ പ്രദേശത്തെ തദ്ദേശീയമായ ന്യൂട്രൽ കോൺഫെഡറയിലെ ഒരു ശാഖയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ഫ്രഞ്ചുകാർ നയാഗാരഗ എന്ന പേര് കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. എന്നിട്ട് അല്പം ചിരി വരുന്നുണ്ടല്ലോ, അല്പം ലെങ്തി ആയിട്ടുള്ള നമ്മളെ നയാഗാരഗ, അല്പം അങ്ങനത്തെ ഒരു പേരായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഒരു പേര് ഉപയോഗിച്ചാണ് അവരെ വിളിച്ചിരുന്നത്. കാരണം ആ സ്ഥലത്ത് നിന്ന് ഉള്ള ആൾക്കാരെ അവരങ്ങനെയാണ് വിളിച്ചിരുന്നത്. ആ നാട്ടുകാർ, ആ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഉച്ചാരണ രീതി, അവരുടെ ഭാഷ അനുസരിച്ച് ആ രീതിയിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ഫ്രഞ്ചുകാർ അതിനെ അല്പം ഒന്ന് പരിഷ്കരിച്ച് ഒന്ന് വിളിച്ചാണ്. ഇതിൽ നിന്നും ആയിരിക്കാം ചിലപ്പോൾ നയാഗ്ര എന്ന പേര് ആ വെള്ളച്ചാട്ടത്തിനും നദിക്കും ഉണ്ടാവാൻ, അത് തന്നെ ഇതിൽ നിന്നായിരിക്കും ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അതുപോലെ തന്നെ പലരും പല നിഗമനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് കൃത്യമായൊരു വ്യൂ കിട്ടണമെങ്കിൽ 2 സ്ഥലങ്ങളിലുമായിട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. അതായത് 2 രാജ്യങ്ങളുടെയും വിസ നമ്മുടെ കയ്യിൽ വേണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്രയും നാൾ വീഡിയോ എടുക്കാൻ ലെങ്തി ആയിപ്പോയത്, ഇത്രയും നാൾ എടുക്കാൻ പറ്റാതെ പോയത് അതിന് ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ വഹിക്കുന്നു. വേറൊന്നുമില്ല, പരീക്ഷ അല്പം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അല്പം പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. ഇനിയിപ്പം ഓണാവധി ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സഹകരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.